അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ എൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു കാസറ്റ് ഒരു വീഡിയോ ഇന്നലെ കാണാനിടയാന്ന് വെച്ചാൽ, അതായത് ET മുഹമ്മദ് ബഷീർ സാഹിബിനെ സ്ഥാനാരോഹണം, അതായത് സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച ഉടനെ മമ്പറ മഖാമിൽ പോയിട്ട് സിയാറത്ത് ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ആണ് കാണാൻ ഇടയായത്. അപ്പോൾ അത് മുജാഹിദും വഹാബി ഇതെല്ലാമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചാ വിഷയമാണ് ഒരു പുസ്തകം നടത്തുന്നുള്ളത്. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്, അതുകൊണ്ടല്ല, അതിനെതിർത്തിട്ടോ അനുകൂലിച്ചിട്ടോ പറയുന്നതല്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ, ഇത് ഞാൻ പ്രത്യേകിച്ചിട്ട് നമ്മൾ ജിഫിർ മുത്തുക്കോയ തങ്ങൾ, ഒരുപാട് ആളുകൾ ലീഗിനെതിർ തങ്ങൾ, ജിഫിർ മുത്തുക്കോയ തങ്ങൾ ലീഗിനെതിർ, ലീഗിൻ്റെ നേതാക്കന്മാർക്കെതിർ എന്ന് പറയുന്ന ഒരുപാട് ലീഗിൻ്റെ പ്രവർത്തകർ, അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സാധാരണമാരെ തങ്ങൾ പറയുന്നതും ഇവർ പറയുന്നതായിട്ട് വ്യത്യാസമുണ്ട്. അതാണ് തങ്ങൾ പറയാൻ കാരണം, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത്, ഞാനതിന് മറുപടി പറയില്ല. അത് രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നത്, രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ മറുപടി പറയാൻ പറ്റും. അത് അവരോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മൂപ്പർ. ഈ പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ, ഇപ്പം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം, ET മുഹമ്മദ് ബഷീർ ഖബർ സിയാറത്തിന് പോയതും, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതും, അതുപോലെ തന്നെ തങ്ങൾ പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തങ്ങൾ മുന്നേ എന്താണോ പറഞ്ഞിരുന്നത്, എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അതായത് പറയുന്നത്, ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ സാധാരണ വോട്ട് പിടിക്കാൻ വേണ്ടി പല ആളുകളും പല കോലങ്ങളും കെട്ടാറുണ്ട്. അതിൽപ്പെട്ടൊരു കോലം തന്നെയാണ് ET മുഹമ്മദ് ബഷീർ ചെയ്യുന്നുള്ളത്. കാരണം നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഖബർ സിയാറത്ത് ചെയ്തതും ഈ ചെതർ വിരിക്കാൻ വേണ്ടി പോയതും ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഒന്ന് കാണും. കണ്ടില്ലേ? ഈ ആദിത്യനാഥും നരേന്ദ്രമോദിയും എന്തിനു വേണ്ടി ഖബറിൻ്റെ മുകളിൽ ചെതറിടാൻ വേണ്ടി പോയി? ഈ ET മുഹമ്മദ് ബഷീർ എന്തിന് ഖബർ സിയാറത്തിന് പോയി? ഇത് രണ്ടും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ അയാൾ വഹാബിയോ മുജാഹിദോ ആണെങ്കിൽ അയാൾ സുന്നി എന്നാണെന്ന് പോകുന്നില്ല. അയാൾക്ക് വേണ്ടത് വോട്ടാണ്. ഈ നരേന്ദ്രമോദി ഖബറിൻ്റെ മുകളിൽ ചെതറിടാൻ വേണ്ടി പോയതുകൊണ്ട് അയാളിന് മുസ്ലിമാണെന്ന് പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മളോടുള്ള വിശ്വാസം കൊണ്ടും അല്ല. എന്താണ് അതിൻ്റെ ഉദ്ദേശം? വോട്ട്. എന്താ പറയാൻ കാരണം? ഇതൊരു വോട്ട് സ്റ്റണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത്? രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ കോല കെട്ടാൻ പറ്റും. അതല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീർ ഇന്ന് വരെ എവിടെയെങ്കിലും ഒരു പള്ളി പൊളിക്കെതിരെ തടുക്കാൻ വേണ്ടി ET മുഹമ്മദ് ബഷീറിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര കാലമായി MP ആണ്, ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ഇത്തിരി സ്നേഹത്തോട് പള്ളിയിൽ ദർഗയിൽ ചെതറിടാൻ വേണ്ടി പോയിട്ട് വിജയിച്ചിട്ട് വന്നതിന് ശേഷം ഇത്ര കാലത്തിനിടയ്ക്ക് എത്ര നൂറുകണക്കിന് പള്ളി പൊളിച്ചു. ഇന്ന് വരെ നരേന്ദ്രമോദിയോ യോഗി ആദിത്യനാഥോ പള്ളി പൊളിക്കരുത്, അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. എല്ലാ കോലവും കെട്ടാൻ പറ്റും. പക്ഷേ ഇവിടെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്ന വാക്കിൻ്റെ നാവിൻ്റെ പ്രസക്തി. അത് മനസ്സിലാക്കാനാണ് ഞാൻ പറയാം. കാരണം പല കാര്യത്തിനും നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചില പ്രവർത്തകർ പറയാറുണ്ട്, ഈ ജിഫ്രി തങ്ങൾ ലീഗിനെതിർ അല്ല. ജിഫ്രി തങ്ങൾ പറയുന്ന എപ്പോഴും ഒരു വാക്കുണ്ട്, അതായത് സമസ്തയുടെ മുൻഗാമികൾ എന്ത് കാണിച്ചു തന്നിരുന്നോ അത് തുടർന്ന് പോലാണ് എൻ്റെ പണി. അല്ലാതെ കണ്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരോട് ചോദിച്ചോളൂ. ഈ പറയുന്നതിൻ്റെ കാരണം എന്താ? രാഷ്ട്രീയക്കാർക്ക് രാവിലെ ഒന്ന്, വൈകുന്നേരം ഒന്ന്, ഉച്ചക്ക് ഒന്ന് ഒക്കെ മാറ്റി പറയാൻ പറ്റും. തങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റൂല. അത് തന്നെയാണ് യാഥാർത്ഥ്യം. പറയുന്നതും പ്രവൃത്തി ഒന്നാണ് തങ്ങളത്. അതുകൊണ്ടാണ് തങ്ങളങ്ങനെ പറയാൻ കാരണം. അതുമാതിരിയല്ലല്ലോ മറ്റുള്ളവരത്. അതേ സ്ഥാനത്ത് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മതത്തിൽ പ്രവർത്തിക്കാം. പക്ഷേ മതത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തിന് രാഷ്ട്രീയത്തിൽ ശരിക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വൈരുദ്ധ്യമുണ്ടെങ്കിൽ. കാരണം വെച്ചെങ്കിൽ മതത്തിൻ്റെ അടിത്തറ മുറുക്കി പിടിച്ച് നടക്കുന്നതിന് ഞാൻ രാഷ്ട്രീയത്തിലും പോകണമെന്നുണ്ടെങ്കിൽ ഓന് ആടെ ഇങ്ങോട്ട് കളവ് പറയേണ്ടി വരും, മാറ്റി പറയേണ്ടി വരും. ഇതൊക്കെ ഇത് നടക്കുന്നതെന്ന് പല വേണ്ടാത്ത അനീതിയും പല അനാചാരങ്ങളും പലതും നടക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. രാഷ്ട്രീയം ആരായ, അതായത് തങ്ങൾ പറഞ്ഞ് ആര് സമസ്തക്കാർ ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ എന്ന് മൂപ്പർ പറഞ്ഞതിൻ്റെ കാരണം അത് ലീഗിനെതിരായത് കൊണ്ട് വ്യാഖ്യാനിക്കുന്നു വേണ്ട.
തങ്ങളെ നയം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ട പോലെ ഇവരൊക്കെ തിരിച്ച് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പള്ളി പൊളിയാണ്ടാക്കിനോ, അല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീർ ഇത്ര കാലം കൂടി വോട്ട് പിടിച്ചിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു മുസ്ലിങ്ങൾക്ക് എന്താണ് ഇവിടെ നേട്ടം കിട്ടിയിട്ടുള്ളതെന്ന് അതിന് പറയാൻ പറ്റുമോ? വേണ്ട. ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി ഇവിടെ ആയിട്ട് തന്നെ 76 കൊല്ലമായി. ഈ 76 കൊല്ലത്തേക്ക് എന്താണ് ഇപ്പോൾ ലീഗിനെ കൊണ്ട് നമുക്കുള്ളത്? ഇപ്പോൾ ഏകദേശം മലപ്പുറം ലീഗായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലപ്പുറം ലീഗ് IUMൽ നിന്ന് മാറ്റണം, എൻ്റെ മലപ്പുറം ലീഗ് ആക്കിയാൽ മതി. അപ്പം ഞാൻ തങ്ങളെ നാവിൻ്റെ വില പറയാനാണ് ഞാൻ ഇത് തങ്ങൾ പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ET മുഹമ്മദ് ബഷീർ ഇത്രയും കാലം പോയിട്ട് ഏതെങ്കിലും ഒരു പള്ളി പൊളിയുന്നതിന് ഇല്ലാണ്ടാക്കിനോ? ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യിപ്പിച്ചിനോ? എവിടെയെങ്കിലും ഒന്ന് തടുത്തായിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ലീഗ് നേതാക്കന്മാർ അങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല. നിക്കാക്കള്ളിയില്ലാതെ കണ്ടാൽ നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബാടുന്ന് ഓടിയത്. അവിടെ ഒന്നും കാര്യം നടക്കില്ല. അവിടെ ഞാൻ AC-നകത്ത് 30 പറഞ്ഞത് അവഞ്ഞപ്പോൾ കണ്ട കാഴ്ചയല്ലേ. അപ്പം ലീഗിൻ്റെത് 76 കൊല്ലമായിട്ടും ഇന്ന് ലീഗ് കേരളത്തിന് മാത്രമേ ഉള്ളൂ. 29 സ്റ്റേറ്റിൻ്റെയായിട്ട് എവിടെയാണ് ലീഗുള്ളത്? അപ്പോൾ ലീഗിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. എന്തുകൊണ്ട് ലീഗിൻ്റെ നേതാക്കന്മാർ ലീഗിനെ കുറ്റപ്പെടുത്തുന്നുള്ളത് ഒന്നത്. മറ്റൊന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ ആ പാർട്ടിയുടെ പ്രവർത്തനമാണ് അതിൻ്റെ വിജയം. SDPI ഒക്കെ ഉണ്ടാക്കിയിട്ട് എത്ര പവർ ഫണ്ടുകൾ പോലത്തെ പാർട്ടിയൊക്കെ ഉണ്ടായിട്ട് 10-15 കൊല്ലം മാറ്റിയായിട്ടുള്ളൂ. ഇന്ത്യയിലെ 16 സ്റ്റേറ്റിലുണ്ട്. 76 കൊല്ലമായ ലീഗ് എവിടെയുണ്ട്? ഇവിടെയാണ് ലീഗിൻ്റെ പ്രവർത്തകർ ലീഗ് എന്ന് പറഞ്ഞിട്ടായിട്ട് ശബ്ദിക്കുന്നില്ലേ. എന്നെപ്പോലും പല ആളുകളും തെറി പറയാറുണ്ട് ഞാൻ ലീഗിന് എതിരെന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ലീഗിനെ മനസ്സിലായിട്ടില്ല. ലീഗ് ഉണ്ടാക്കിയത് സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ലീഗ് ഉണ്ടാക്കിയത്. അന്ന് നെഹ്റു പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് പണിയുമ്പോൾ തീരും, വേറെ പാർട്ടി ഉണ്ടാക്കേണ്ടതാണ്. ആ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ അന്ന് ഉണ്ടാക്കിയ പാർട്ടി അത് ശരിയെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ചതിക്കാന്നുള്ളത്. എന്നിട്ട് പോലും അതിനനുസരിച്ച് ശബ്ദം ഉയർത്താനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ അതിൻ്റെ ക്രെഡിറ്റ് നമ്മളെ നിലയും വലിയും വെച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാനോ ഇന്നത്തെ ലീഗിൻ്റെ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല. അവർ വെറും നേതാക്കന്മാരായിട്ട് ഇങ്ങനെ വിലസിയിട്ട് അവർ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു സംഭവം തന്നെയാണ് ഇത്. ET മുഹമ്മദ് ബഷീർ പോയിട്ട് കബറിയാർത്തിയത്. അതിന് നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നെ കബറിയാർത്തി ചെയ്തുകൊണ്ട് തെറ്റെന്ന് പറയും വേണ്ട. നമ്മൾ ചെയ്തില്ലെങ്കിൽ തെറ്റൊന്നും വേണ്ട. കാരണം കബറിയാർത്തി ചെയ്യൽ ഇസ്ലാമിൽ നിർബന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. വേണമെന്നോ ചെയ്തോട്ടെ, വേണമെന്നോ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ ഇതാണ് ജിഫ്രി തങ്ങൾ പറയുന്ന വാക്ക്, രാഷ്ട്രീയം വേറെ മതം വേറെയെന്ന്. അവിടെയാണ് കൂട്ടിക്കലർത്താൻ പറ്റുന്ന കുറേ രാഷ്ട്രീയക്കാരും മതക്കാരും ഉള്ളത്. തങ്ങൾക്ക് പറയാൻ പറ്റൂല രാഷ്ട്രീയത്തിനെ പറ്റി, പക്ഷേ സാധിക്കൽ തങ്ങൾക്ക് പറയാൻ പറ്റൂ. അവിടെയാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്, മാറ്റമുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ശ്രീധരൻപിള്ള സാറ് ഒരു വേദി പങ്കിടാൻ വേണ്ടിയിട്ട് പോയില്ല എന്ന് തങ്ങളെ പറഞ്ഞു, തങ്ങളെന്തല്ലോ തെറി പറഞ്ഞു. പക്ഷേ ആ സ്ഥാനത്ത് സാധിക്കൽ ഞങ്ങളെങ്കിലും പോകുമായിരുന്നു, അയാൾക്ക് പോകാൻ പറ്റുമായിരുന്നു. കാരണം അയാൾ രാഷ്ട്രീയക്കാരനാണ്. അതുപോലെ ജിഫ്രി തങ്ങൾ പോവില്ല. ഇന്നലെ ഒരു മീറ്റിങ്ങിൽ കോഴിക്കോട് പറഞ്ഞുകൊണ്ടില്ലേ, എന്താണെന്ന് പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാവരും നമ്മുടെ സഹോദരന്മാർ, നമുക്കൊരു വിഭാഗിതൊന്നുമില്ല. എല്ലാം മറ്റേതെങ്കിലും വിശ്വസിക്കുന്നവരും പ്രശ്നവുമില്ല. എല്ലാവരും സമാധാനമായി ജീവിച്ചാൽ മതി, നമ്മളാരും കലഹിക്കാൻ നിൽക്കേണ്ടതെന്ന് അതായത് തങ്ങളെ കൊണ്ട് പറയാൻ പറ്റും. അപ്പോൾ വീഡിയോ നീളുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഇതാണ് ഈ തങ്ങളുടെ വാക്കിൻ്റെ യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എന്നത്തെ പോക്ക്, മലപ്പുറം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നില്ല, മലപ്പുറം ലീഗിൻ്റെ പോക്കും ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ലീഗിൻ്റെ പ്രവർത്തകരും സമസ്തൻ്റെ പ്രവർത്തകരും എങ്ങനെ ജീവിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുണ്ട്. തെറ്റുകുറ്റങ്ങളൊന്നും ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.